ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമുക്കൊരു വെണ്ടയ്ക്ക കൊണ്ട് ഒരു മസാല ഉണ്ടാക്കാമേ. ഇത് ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇത് ഞാനിപ്പോൾ ഒരു 1/2 കിലോ വെണ്ടയ്ക്ക എടുത്തേക്കണേ. ഇത് ഉപ്പ് വെള്ളത്തിലിട്ട് അരമണിക്കൂർ ഞാൻ ഇട്ടൊന്ന് വാഷ് ചെയ്തെടുത്താണ് നന്നായിട്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ ഏറ്റവും നല്ല, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാമേ. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നു. ഈ മുഴുപ്പിലാണ് ഞാനത് കട്ട് ചെയ്തെടുത്തത്. ഒത്തിരി വലുതും അല്ല, ഒത്തിരി ചെറുതും അല്ലാത്ത മുഴുപ്പിൽ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാൻ അടുപ്പ് വെച്ചിട്ട് ചൂടാവട്ടെ. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, എന്നാലേ അതിനകത്ത് ഈ വെണ്ടയ്ക്കകത്തൊരു വഴുവഴുപ്പ് പോലെ ഉണ്ടല്ലോ, അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നാൽ ഒട്ടും ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ വഴുവഴുപ്പ് മാറി കിട്ടുക എന്നുള്ളതാണ് മെയിൻ. നമ്മളൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് 7 ടേബിൾ സ്പൂൺ എണ്ണയാണ് അത് ഒഴിച്ചേക്കുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് മുഴുവൻ കാര്യങ്ങളും ചെയ്യാവേ. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ചിട്ട് ഇതാക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനത് കുറച്ച് ഇട്ട് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് 1/2 കിലോ വെണ്ടയ്ക്ക കണ്ടിച്ചത് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത്. ഒത്തിരി ഡീപ് ഫ്രൈ ഒന്നും അല്ല, ഒരു ഷാലോ ഫ്രൈ, അതിൻ്റെ ആ വഴുവഴുപ്പ് മാറി കിട്ടുക എന്നുള്ളത്. ഇതിപ്പോൾ 3ാമത്തെ ട്രിപ്പാണ് ഫൈനൽ. ഇനി ബാക്കി ഇത് ഇത്ര എണ്ണ മിച്ചം വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് നമുക്ക് കുറച്ച് എണ്ണ എടുത്ത് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യാവേ. അത് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്തെടുക്കാവേ. ഇനി അടുത്ത അതിൻ്റെ ഗ്രേവിക്ക് വേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മീഡിയം സവോള, 3 തക്കാളി അരിഞ്ഞ്, തക്കാളി മീഡിയം, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, 2 വെളുത്തുള്ളി. എൻ്റെ കയ്യിൽ വലിയ വെളുത്തുള്ളി ആയിരുന്നേ, നിങ്ങളുടെ ചെറുതായിരുന്ന ഒരു 6-7 വെളുത്തുള്ളിയുടെ കഷ്ണം ഇത് കുട എടുക്കാം കേട്ടോ, അല്ലി എടുക്കാമേ. പിന്നെ ഒരു 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഈ സവോള ഈ എണ്ണയ്ക്കകത്തേക്ക് തന്നെ ഇട്ട് വഴറ്റിയെടുക്കാം. അധികം വലുതായിട്ടോ ചെറുതായിട്ടോ ഒന്നും കട്ട് ചെയ്യണം, നല്ലൊരു മീഡിയം പരുവത്തിൽ കട്ട് ചെയ്ത് അങ്ങ് എടുത്താൽ മതി. കാരണം ഇത് നമ്മൾ അവസാനം ഒന്ന് അരയ്ക്കുന്നുണ്ട്, അപ്പോഴത്തേക്കും അത് ശരിയായിക്കോളും. നമുക്കറിയാലോ, ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് വരുമെന്ന്. ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പ് അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ അതിനകത്തേക്ക് ഇട്ട് വഴറ്റാം. ഇപ്പോൾ ഒരു ഉള്ളി ഒരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്, വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ തക്കാളിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. ഇപ്പോൾ തക്കാളിയും ഇട്ടു. ഈ തക്കാളി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാവേ. എന്നാലേ ആ തക്കാളി ഒന്ന് നന്നായിട്ട് അതിനകത്ത് മിക്സ് ആവത്തുള്ളൂ. ഇപ്പോൾ ഒരുമാതിരി മിക്സ് ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം, അപ്പം നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി. ഇനി ഇത് നമുക്കൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. തീ ഓഫ് ചെയ്തിട്ട് തണുപ്പിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണേ. ഇതിപ്പം നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്, മിക്സായിട്ടുണ്ട്. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. അത് ഗ്രേവി ഉണ്ടായിരുന്ന തണുത്ത് കഴിഞ്ഞപ്പോൾ ഗ്രേവി ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു ബ്ലെൻഡറിൽ. പിന്നെ വേറൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന എണ്ണയുണ്ടല്ലോ, ആ എണ്ണ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കിനി എണ്ണ കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒരിത്തിരി എണ്ണ കൊണ്ട് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എനിക്കിത് മതിയായിരിക്കും. കാരണം നമ്മൾ ഗ്രേവിക്കകത്തും എണ്ണ ചേർത്തിട്ടുണ്ട്, ഫ്രൈ ചെയ്തതിനകത്തും എണ്ണയുണ്ട്, അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ആയിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണേ. അത് കഴിയുമ്പോൾ 1 ബേ ലീഫും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാമേ. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന ഗ്രേവി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം.
അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ആ ഗ്രേവിയുടെ ബാക്കി വരുന്ന മസാലയിലേക്ക് നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പം അതോടെ ഒഴിച്ചു. ഇനി നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഗ്യാസിൻ്റെ സ്ലാബിൽ മുഴുവൻ തെറിച്ച് ഭയങ്കര അഴുക്കാവും. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചെടുത്താൽ മതി. അപ്പോൾ ആ തെറിച്ചൊന്നും ഒത്തിരി ഒന്നും വീഴത്തൊന്നുമില്ല. ഇതിനിയിപ്പം നന്നായിട്ട് ഒരു ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് അതിൻ്റെ എണ്ണ തെളിയണ വരെ. ഇനിയിപ്പം നമുക്ക് മസാല ചേർക്കാം. ഇതിന് ഞാൻ 1.5 ടീസ്പൂൺ ചില്ലി പൗഡറാണ്. അതിനകത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടിയുണ്ട്, കുറച്ച് നല്ല മുളക് പൊടിയുണ്ട്. കാരണം ഞാൻ മിക്സ് ചെയ്താണ് വയ്ക്കുന്നത് അത് രണ്ടും കൂടെ. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത് ഞാൻ വീട്ടിൽ പൊടിക്കണ ഗരം മസാലയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാമേ. ഇനി 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് ഈ വഴന്നിരിക്കുന്ന ഗ്രേവിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ടത് വഴറ്റിയെടുക്കണം. അപ്പം നമുക്കറിയാമല്ലോ എണ്ണ തെളിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഗ്രേവിയൊക്കെ മൂത്ത് വരണമെന്നുള്ളത്. ഇപ്പം നമുക്ക് ഗ്രേവി എല്ലാം നന്നായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അതിനകത്തേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ തൈരാണ്, അധികം പുളിയില്ലാത്ത തൈരാണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. അത് തീ ഓഫ് ചെയ്തിട്ട് വേണേ അത് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങോട്ട് പിരിഞ്ഞു പോകാറുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് യോജിപ്പിക്കണേ. അത് നന്നായിട്ട് ഇപ്പം മിക്സ് ആയിട്ടുണ്ട്. അതിനകത്ത് ഇനി നമുക്ക് രണ്ടാമത് തീ ഓൺ ചെയ്യാം കേട്ടോ. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണല്ലോ അത് ചെയ്തത്. ഇനിയിപ്പോൾ അത് രണ്ടാമത് തീ ഓൺ ചെയ്തിട്ട് ഒന്നും കൂടെ ഇളക്കി 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. 1 കപ്പ് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് ഗ്രേവി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണേ. നിങ്ങൾക്ക് ഗ്രേവി ഒത്തിരി തിക്കാന്ന് തോന്നുകയാണെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പ് നോക്കണേ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുക്കാം. കാരണം നമ്മൾ ആദ്യമേ ഉള്ളി വഴറ്റിയപ്പോൾ ഇത്തിരി ഉപ്പിട്ടതായിരുന്നേ. അത് ചിലപ്പോൾ പാകത്തിനായില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് ഇളക്കി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. ഇത് എൻ്റെ മോൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഞാൻ എപ്പോഴും ഇത് ഉണ്ടാക്കാറുണ്ട്. വെണ്ടയ്ക്ക അങ്ങനെയെങ്കിലും വെണ്ടയ്ക്ക കഴിച്ചോട്ടെ എന്ന് ഓർത്തുണ്ട്. ഇതിപ്പോൾ അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിക്കണം. ഇനി ഇത് മൂടി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ വെണ്ടയ്ക്ക് ഇനി വെന്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഒന്ന് ഇത് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു 4 മിനിറ്റൊക്കെ തിളച്ച് കഴിയുമ്പോൾ അത് വെന്തിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഇട്ടത് കസൂരി മെത്തി എന്ന് പറയുന്ന സാധനമാണ്.
നമ്മുടെ ഉലുവയുടെ ഇല ഉണങ്ങിയതാണത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കറിക്കൊക്കെ തരുന്നത്. അത് ഞാനൊന്ന് ഡ്രൈ ആയിട്ട് മേടിച്ചത് ചെയ്തതാണ്. ഇനിയിപ്പം നമ്മൾ ഇതിനകത്ത് വേറൊരു കാര്യം ചേർക്കുന്നത് ഇത് ക്രീം, അതായത് നമ്മുടെ പാലിൽ തിളപ്പിച്ച് ഫ്രിഡ്ജ് വെച്ചേക്കണതിൻ്റെ പാട എടുത്തതാണിത്. 1 ടേബിൾ സ്പൂണാണിത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി ഏറ്റവും കുട്ടികളെ ആകർഷിക്കാൻ പറ്റിയൊരു സാധനം എന്താണെന്നറിയാം, ടൊമാറ്റോ സോസ്. അതും കൂടെ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണേ. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ആ ഗ്രേവിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അതൊഴിച്ചിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത് പിള്ളേരൊക്കെ നന്നായിട്ട് കഴിച്ചോളും. കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, ടൊമാറ്റോ സോസും ക്രീമും കസൂരി മേത്തിക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ആഹാരത്തിനൊക്കെ തരുന്നത്. അതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് നല്ല ഗ്രേവിയായി തിക്കായിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് മുന്നേ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബും ചെയ്യിപ്പിക്കണം കേട്ടോ, മറക്കല്ലേ കേട്ടോ. ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. മറക്കരുത് കേട്ടോ, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് കമൻറ്റ് പറയണേ. ഇതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇത്തിരി ക്രീം അതിൻ്റെ പൊക്കത്തിൽ ഒഴിച്ചു കഴിച്ചു നോക്കിയിട്ട് പറയണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുകൂടെ സബ്സ്ക്രൈബ് ചെയ്യിക്കണം. താങ്ക് യു.